തീർച്ചയായും കുടുംബമായിട്ട്. കാരണം ഇതിപ്പോ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചിലപ്പോ അതിൽ തന്നെ മറ്റുള്ള ആൾക്കാർ, കാരണം ഉമ്മയും വാപ്പയും കുട്ടിയുടെ ഈ ഒരു കൊല്ലപ്പെട്ട ആളുടെ ഉമ്മയും വാപ്പയും സഹോദരനൊക്കെ തന്നെയാണ് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ, ശരീര നിയമപ്രകാരം മാപ്പ് കൊടുക്കുന്നതിന് തീരുമാനമെടുക്കേണ്ടത്. അത് ഈ സഹോദരൻ അവരുമായി സംസാരിച്ച കാര്യത്തിലൊരു ധാരണയിൽ എത്തിയിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു വീണ്ടും ഈ മറുപടിയൊക്കെ അറിയിക്കുക. എന്നാലും അതിലേതെങ്കിലും തരത്തിലുള്ള പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ എന്നത് കൂടിയൊക്കെ അറിയേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യമനിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തലാലിന് നീതി വേണം, നീതി എന്ന് പറഞ്ഞാൽ അത് എക്സിക്യൂഷനാണ്, അത് നടപ്പാക്കലാണെന്ന രീതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ക്യാമ്പയിനുകൾ തുടർച്ചയായി തന്നെ ക്യാമ്പയിനുകൾ ഈ വാർത്ത വരുന്ന സമയത്തും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ പിന്നെ ഒരു പക്ഷെ ഒരു അസന്നിഗ്ധതയിലാകുന്ന ഒരു കാര്യം പറയുന്നത്. എന്തായാലും നിർണായകമായ ഒരു ചർച്ച നടന്നിരിക്കുന്നു. ആ ചർച്ചയിൽ ഇക്കാര്യത്തിലൊരു പുരോഗതിയുണ്ട്. പുരോഗതി എന്ന് പറയുന്നത് മാപ്പ് നൽകുന്ന കാര്യത്തിൽ കുടുംബം ധാരണയായി. കാര്യം യമനിലെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളുടെ പ്രതിനിധികൾ, ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഒരു ധാരണയായത്. അതുകൊണ്ട് തന്നെ അത് തൽക്കാലത്തേക്ക് വധശിക്ഷ നടപ്പാക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെ നടക്കും. പിന്നീട് ഈ കാര്യങ്ങൾ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വധശിക്ഷ റദ്ദാക്കുന്നതിലേക്ക് വരെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ഒരു വിദേശ രാജ്യം എന്ന് പറയുമ്പോൾ സൗദിയോ ദുബൈയിലോ പോലെ നമുക്ക് നേരിട്ട് ഇന്ത്യൻ സംഘത്തിനല്ല, ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് തന്നെ, വിദേശകാര്യ ഉദ്യോഗസ്ഥർക്ക് തന്നെ നേരിട്ട് വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ എടുക്കാൻ കഴിയുന്ന മറ്റു രാജ്യങ്ങളെ പോലെ അല്ല സൗദി. അല്ലെങ്കിൽ മറ്റിടത്ത് നമുക്ക് എംബസി ഉണ്ട്, അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ മറ്റു രാജ്യങ്ങളുമായി ഒരു പിന്നെ നയതന്ത്ര പരിരക്ഷ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വിവരങ്ങൾ എടുക്കുന്ന സ്ഥലത്തല്ല നമ്മുടെ എംബസി തന്നെ പ്രവർത്തിക്കുന്ന സൗദിയിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു താമസം എടുക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല ആ ഒരു സാഹചര്യങ്ങളൊക്കെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യവും എല്ലാം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു മധ്യസ്ഥ ചർച്ചകൾക്ക് പ്രാധാന്യമേറിയത്, പ്രസക്തിയേറിയത്. എന്തായാലും മധ്യസ്ഥ ചർച്ചയിൽ നല്ല പുരോഗതി എന്ന് മാത്രമല്ല വിജയത്തിലേക്ക് എത്തിയെന്ന് തന്നെയാണ് മധ്യസ്ഥർ നൽകുന്ന വിവരം. എന്തായാലും ഔദ്യോഗികമായ ക്ലാരിഫിക്കേഷൻ രണ്ട് ഭാഗത്ത് നമുക്ക് വരേണ്ടതുണ്ടെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വിവരം ലഭിക്കേണ്ടത് രണ്ട് യമന്റെ തന്നെ അവിടുത്തെ ഭരണകൂടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും. കാരണം ഈ ഒരു ധാരണ, ഈ ചർച്ചയിലെ തന്നെ ധാരണ അംഗീകരിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു എന്നൊരു ഉത്തരവ് അവർ ഇടുന്നുണ്ടോ? അതോ